ഭരണം ഉണ്ടായിട്ടുണ്ട്, വിരുദ്ധ വികാരം ഉണ്ടാവാൻ ഭരണം ഉണ്ടാവണ്ടേ? ഈ ഖജനാവിന് നഷ്ടം വരാത്ത, ₹1 നഷ്ടം വരാത്ത സോളാർ ചർച്ചയാണെങ്കിൽ ശബരിമല ചർച്ചയായിരിക്കും. അന്ന് രാജിവെക്കുമ്പോ പുതിയ മുഖ്യമന്ത്രിക്ക് ഈ തിരുവനന്തപുരം മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചാണ്ടി ഉമ്മൻ MLA ആണ് ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വോട്ട് തേടി എത്തിയിരിക്കുന്നത്. ജിഷാനാണ് എത്തിയിട്ടുള്ളത്. എന്താണ് 100% ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ 100% വിജയം. ഒറ്റ പേരേ ഉള്ളൂ, TPM ജിഷാൻ, യാതൊരു സംശയവും. കേരളത്തിലെ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഭരണം ഉണ്ടായിട്ടുണ്ട്, വിരുദ്ധ വികാരം ഉണ്ടാവാൻ ഭരണം ഉണ്ടാവണ്ടേ? ഇവിടെ ഈ കോഴിക്കോട് തിരുവനന്തപുരത്തും മെട്രോ തറക്കല്ലിട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. 9 വർഷമായി അനങ്ങിയിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരം മെട്രോയുടെ കാര്യം പറയുന്നുണ്ട്, പേരിനെങ്കിലും. കോഴിക്കോടുകാരും മിണ്ടുന്നില്ല. ഇബ്രാഹിം കുഞ്ഞും കൂടെ ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയാ. എവിടെ പോയി മെട്രോ? ഞാൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഞാൻ വെല്ലുവിളിച്ച് പറയാ, ഉമ്മൻചാണ്ടി രാജിവെച്ച് 3-ാം മാസം അങ്ങക്ക് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. അടുത്ത മുഖ്യമന്ത്രി അങ്ങ് എന്തായാലും മെയ് രാജിവെക്കും. അന്ന് രാജിവെക്കുമ്പോ പുതിയ മുഖ്യമന്ത്രിക്ക് ഈ തിരുവനന്തപുരം മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല. കോഴിക്കോട് മെട്രോയുടെ പേര് പോലും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് മാറ്റം വേണം, ഇവിടെ വികസനം വേണം. വികസനം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ്. ഈ 9 വർഷക്കാലം സർക്കാർ പരാജയപ്പെട്ടതും അതിലാണ്. ഈ സംസ്ഥാന സർക്കാരിനെതിരായ വികാരത്തിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് ഈ ശബരിമല ഇതായിരിക്കുമോ മറ്റെന്തെങ്കിലും? 9 വർഷത്തെ ഭരണം ഇല്ലായ്മ. 2, ശബരിമല ഒരു പ്രധാന ഫാക്ടറാ. ഇതിപ്പോൾ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് നാടിനുണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അതിൻ്റെ കണക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം നഷ്ടം നാടിനുണ്ടായി? ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ ചോദ്യങ്ങൾ ഉത്തരം കിട്ടേണ്ടതിരിക്കുന്നു. അത് ചർച്ചയാവാൻ പാടില്ല എന്ന് വിചാരിച്ചായിരിക്കുന്നത്. ചർച്ചയായിരിക്കും. സോളാർ ചർച്ചയായെങ്കിൽ, ഈ ഖജനാവിന് നഷ്ടം വരാത്ത, ₹1 നഷ്ടം വരാത്ത സോളാർ ചർച്ചയാണെങ്കിൽ ശബരിമല ചർച്ചയായിരിക്കും. അല്ല, ചാണ്ടി എത്തുന്നതിൽ 2 കാരണമുണ്ട്. ഒന്ന്, എൻ്റെ പ്രിയ സുഹൃത്താണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെയാണ് മറ്റു ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. ചാണ്ടിക്ക് വേണ്ടിയും ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ വാർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ 13,000-ഓളം വരുന്ന വോട്ടർമാരുള്ള വാർഡാണ്. ഈ വാർഡിലെ ജനങ്ങളോട് ഞാനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി അവറുകളെ പോലെ, പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാണിച്ചു തന്നതുപോലെ, ഇപ്പോഴും പാണക്കാട് ചൊവ്വാഴ്ചകൾ നടക്കുന്നത് പോലെ ജനസമ്പർക്ക പരിപാടിയുമായി ഞാൻ ഈ വാർഡിലേക്ക്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ പൂത്തുണരുന്ന ആ ജനസമ്പർക്ക പരിപാടിയുമായി ഈ 9 ബൂത്തിലും ഞാൻ ഇവിടുന്ന് വിജയിച്ച് വന്നാൽ അത് നടപ്പിലാക്കും. അതിന് ചാണ്ടി ഒരു സാക്ഷിയാണ്. അത് ചാണ്ടി വോട്ടർമാരെ നേരിട്ട് കണ്ട് അത് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീട് വീണാന്തരം കയറി ഇറങ്ങിയതിന് ശേഷം ഇവിടെ എത്തിച്ചത്. ഈ ഒരു ഇതിൻ്റെ ഒരു രീതി നമ്മളിപ്പോൾ നോക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശരിക്കും ഉമ്മൻചാണ്ടിയുടെ ഒരു ജനസമ്പർക്ക പരിപാടിയുടെ ഒരു മിനി പതിപ്പ് എങ്ങനെ ആളുകളുടെ ഒരു ആവേശം എത്രത്തോളം? അല്ല, തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ്. ഞാൻ കേരളത്തിൽ എല്ലാ പ്രാവശ്യവും പ്രചരണം മൊത്തം സ്ഥലത്തും ചെയ്യുന്നത്. ഇപ്രാവശ്യം എനിക്ക് പരിമിതപ്പെടുത്തി ചെയ്യേണ്ടി വന്നു. അറിയാമല്ലോ, പുതുപ്പള്ളി MLA ആയിരിക്കും, അതിൻ്റെ പരിമിതിയുണ്ട്. ഞാൻ ആ പരിമിതിക്കുള്ളിൽ നിന്നാണ് പരമാവധി ഓടിയെത്താൻ ശ്രമിക്കുന്നത്. ഇന്ന് മലപ്പുറമായിരുന്നു, വൈകിട്ട് ഇവിടെ കോഴിക്കോട്, നാളെ വീണ്ടും കണ്ണൂരും ഒക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ പരമാവധി ഓടിയെത്താൻ ശ്രമിക്കുന്നു. ജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടൊരു അപ്രോച്ചാണ് കോൺഗ്രസിനോടും ലീഗിനോടും UDF-നോടും കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇടത്തും വലത്തും നിൽക്കുന്ന യുവാക്കളാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അത് വലിയ തിരിച്ചടി. ശബരിമല കൊള്ള, അതിന് ഉത്തരം പറയാൻ സർക്കാർ മടിക്കുന്നത് എന്താ? ആദ്യ സർക്കാർ 2 CPM-കാർ ജയിലിൽ കിടക്കുക, അതിന് ഉത്തരം പറയട്ടെ. ബാക്കി ഒരു കാര്യം കൂടി, നിങ്ങൾ ഒരുപാട് നേരമായിട്ട് ഇപ്പോൾ ഒരു വെളിച്ചം തപ്പി നടക്കുകയല്ലേ? ഒന്ന് അങ്ങോട്ടേക്ക് നോക്കുക. 5 കൊല്ലമായിട്ട് ഈ ലൈറ്റ് അണഞ്ഞു കിടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച വെളിച്ചം എവിടെ, റോഡ് എവിടെ? പണിയുന്ന റോഡ് മൊത്തം തകർന്നു വീഴുക. നാഷണൽ ഹൈവേ യാത്ര ചെയ്യാൻ പേടിയാണ് മനുഷ്യന്, എപ്പോൾ തകരുമെന്ന് അറിയത്തില്ല. ഗ്രാമീണ റോഡുകൾ മൊത്തം ജലജീവൻ മിഷന്റെ പേര് തകർത്തിട്ടിരിക്കുന്നു. എല്ലാം തകർത്തിട്ടിട്ട് എല്ലാം നമ്പർ 1 കേരളം എന്നാ പറയുന്നത്, നവകേരളം എന്നാ പറയുന്നത്. ഇതാണ് നവകേരളമെങ്കിൽ ആ കേരളം ഞങ്ങൾക്ക് വേണ്ട. ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുതിയ വിവാദം. ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇവര് വികസനം ചർച്ച ചെയ്യാൻ മടിക്കുന്നത്? എന്താ വികസനം ചർച്ച ചെയ്യാൻ മടിക്കുന്നത്? ആ ഈ സ്ട്രീറ്റ് ലൈറ്റ് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ വികസനം ചർച്ച ചെയ്യട്ടെ, റോഡിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ, നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഡ്രഗ്സിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. ഈ 9 വർഷക്കാലമല്ലേ ഡ്രഗ്സ് ഇത്രയും വർദ്ധിച്ചത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. ശബരിമലയുടെ പേരിൽ ജയിലിൽ കിടക്കുന്ന ആ പാർട്ടിക്കാരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വലിയ തരത്തിൽ ആവേശത്തോടു കൂടിയാണ് ചാണ്ടി ഉമ്മൻ ഈ പരിപാടി